ശരിക്കും ഡ്രോൺ മിസ് ചെയ്യുന്നു. അമ്മയ്ക്കാണെങ്കിൽ നമുക്ക് പോയി Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's faking now. Yeah, she hates me now. I made mistakes, but now I don't ever wanna be alone. യൂട്യൂബിലിടുള്ള കണ്ടന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മച്ചാൻ്റെ ഒരു മെസ്സേജ്. അതിങ്ങനെ: ഹലോ റൈഡേഴ്സ്, വെൽക്കം ടു ബൈക്ക് വില്ലേജ്. അപ്പോൾ ഇന്ന് 5 മണിക്ക് അലറൊക്കെ സെറ്റ് ചെയ്ത് യാത്രയ്ക്ക് റെഡിയായി. ഇന്ന് എൻ്റെ കൂടെ ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ കസിനും ഉണ്ട്. അപ്പോൾ കസിൻ നമുക്ക് വഴിയിൽ നിന്ന് പൊക്കാം. ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കാലത്തിനനുസരിച്ച് രൂപം മാറുക എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ പഴയ രൂപം അത് ഇങ്ങനെയായിരുന്നു. നിലത്തൊരു കുമ്പളങ്ങ വീണ് കിടക്കുന്നുണ്ട്, അപ്പോൾ അതെടുത്ത് കൊടുക്കണം ചേച്ചി. സമയം ഒരുപാടായി, എന്താവും അവിടുത്തെ കാഴ്ചകളെന്ന് അറിയില്ല. എന്തായാലും യാത്ര തുടങ്ങിയതല്ല, നമുക്ക് മുന്നോട്ട് തന്നെ പോയി നോക്കാം എന്തായാലും. ഇതിൽ റൂട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല. ചിലർക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എല്ലാവർക്കും ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാനിത് കാണിക്കാത്ത കാരണം വേറെ ഒന്നുമല്ല, ഇതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് അനുവാദമില്ല. അപ്പോൾ പ്രത്യേകം അനുവാദം മേടിച്ച് പെർമിഷനും മേടിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. ഒരു ഏകദേശം 300-400 മീറ്റർ ഇതുപോലെ കാടും അതുപോലെ ഓഫ് റോഡെന്നാണ് ഇപ്പോൾ കസിൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ആ ഓഫ് റോഡ് കയറിയ വഴി കണ്ട സ്ഥലമാണിത്. എന്താ ഭംഗി നോക്ക്. ഇതൊന്നല്ല, ഇതിലും കൂടുതൽ കാണാനുണ്ട്. കോട ഇറങ്ങുന്നതിന് മുന്നേ പോവാന്നാണ് ഇപ്പോൾ അവിടെ പറയണത്.
ഗേറ്റ് പൊട്ടി കിടക്കായിരുന്നു. എന്തായാലും സാരമില്ല, നമുക്ക് കുറച്ച് നേരം നടന്നു പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ ഒരു ചേട്ടൻ വന്ന് ഗേറ്റൊക്കെ തുറന്നു തന്നു. ബൈക്ക് അവിടെ വെച്ച് നടക്കുകയാണെങ്കിൽ ഒരുപാട് നടക്കാണ്ടായിരുന്നു. ഒരുപാട് ഉള്ളിലോട്ടാണ്, ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായി അവിടെ ബൈക്ക് വെക്കാഞ്ഞത്. കുറേ ദിവസത്തിന് ശേഷമുള്ള യാത്ര ആയതുകൊണ്ട് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് എടുക്കലും പോസ്റ്റ് ചെയ്യലും അങ്ങനെ പോകെ പരിപാടിയായിരുന്നു അവിടെ. ഇനി നേരെ നമുക്ക് മുന്നോട്ട് കുറച്ച് പോയി നോക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലും നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനാണ്. ഇപ്പം ഉണ്ടായതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ്. ബാക്ക് വീലും കുറച്ച് മുട്ടയാണ്. ഇവിടെ വന്നപ്പോഴാണ് സുരേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്. സുരേഷ് ഏട്ടനാണ് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഈ പോണ ആളാണ് സുരേഷ് ഏട്ടൻ. അപ്പോൾ മനസ്സിലായില്ല, ഒരു റൗണ്ട് അടിച്ച് വന്ന് പിന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ പരിചയപ്പെടുന്നത്. ഞങ്ങളെന്തായാലും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു. നല്ല ബുള്ളറ്റൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ. ഈ ഒരു ഇറക്കത്തിൽ ഒരു രക്ഷയില്ല, ബ്രേക്ക് ചെയ്താൽ ഞാൻ എന്തായാലും അവിടെ വീഴും. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടൊരു വിട്ടു. മൂപ്പര് അവിടെ നിന്ന് പേടിച്ച് മാറിയത് കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കസിൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. അത് നല്ലൊരു കാട്ടിലൂടെ നല്ലൊരു ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ. നമുക്കൊന്ന് കണ്ടു നോക്കാം.
അവിടെ ഞങ്ങള് കപ്പ നട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് പണി തുടങ്ങി പോകുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളിപ്പോ തെങ്ങും ആയുർവേദ കൃഷിയാണ് മെയിൻ. അപ്പൊ ഞങ്ങൾ അധികം വേണ്ട ചാണകം കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. അത് ഞങ്ങളെ റിസ്കിലാണ്, അവർക്ക് ഇതൊന്നുമില്ല. നല്ല കാര്യല്ലേ. അങ്ങനെ സുരേഷ് ചേട്ടനെ പരിചയപ്പെട്ടു. സുരേഷ് ചേട്ടൻ അവിടുത്തെ കുറച്ച് മൂപ്പരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഒരു കുളം ഉണ്ട്, കുളം മൂപ്പര് മീൻ കൃഷി നടത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടി പോയി നോക്കാം. ഇവിടെ ചെറിയ ചെറിയ ഷെഡൊക്കെ കാണുന്നത് അവിടുത്തെ കർഷകർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവരവിടെ ചിലവരൊക്കെ അവിടെ താമസിച്ച് അവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞു കേട്ടത്. മണ്ണിൽ അധ്വാനിച്ച് മണ്ണിൽ എന്തേലും ഉണ്ടാകുന്നതാണ്. അതിൽ നിന്ന് വരുമാനത്തേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ സുരേഷ് ചേട്ടനെ പോലുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ അദ്ദേഹം അവിടെ ഒരു കുളം കുഴിച്ചു, അതിൽ മീൻ വളർത്താനുള്ള പരിപാടിയാണ്. നല്ല ഒരു വിജയം തന്നെ വരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ഈ ഒരു ടീം ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം അത്രയും ഒരു ഇഷ്ടത്തോടെയും അത്രയും കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കാണിച്ചിരുന്നതും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഇവർ രണ്ടുപേരാണ് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഇവരാണ്. ഇവരുടെ ആഗ്രഹം പറയുന്നത് ഇത് നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് തന്നെ. പുറമേ നിന്നുള്ള ആൾക്കാർ വന്ന് ഇവിടെ നശിപ്പിക്കാതെ ഇത് നല്ല രീതിയിൽ നോക്കാനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അവരൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രൻസ് റോഡ് സൈഡ് വെട്ടിയിട്ട് വേലി പോലെ കെട്ടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ ചെയ്യാനെങ്കിലൊക്കെ ക്രമേണൊക്കെ നന്നാവും. അതന്നെ, അങ്ങനെയൊക്കെ അതൊക്കെ അവര് സമ്മതിക്കണം. ഇത്രയും മനോഹരമായ പ്രകൃതി ആരും നശിപ്പിക്കാതിരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ കുറേ ആയിട്ട് കേൾക്കുന്ന, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ നേരത്തെ പുറപ്പെട്ടുകൊണ്ട് നല്ല വിശപ്പായി, അതുകൊണ്ട് മാത്രം ഇവിടെ നിന്ന് പോവുകയാണ്. അത്രയും മനോഹരമായ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും തിരിക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ പഞ്ചായത്ത്, ചലവറ പഞ്ചായത്ത്, ചലവറ സെൻറ്ററാണ് ഇത് കാണുന്നത്. ഇതാണ് ചലവറ സ്കൂൾ, ഞാൻ പഠിച്ച ഹൈസ്കൂളാണിത്. അപ്പോൾ ബൈക്ക് വില്ലേജിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ വരെ കാത്തിരിക്കുക. ബൈ.